I am Shankar. Come on. ഒച്ചയും ബഹളവും ഒന്നും വേണ്ട. ഞങ്ങളൊരു ചെറിയ റെയ്ഡിന് വന്നതാണ്. ക്ഷമിക്കണം, ഒരു ചെറിയ അസൗകര്യമുണ്ട്. കുറച്ച് നേരത്തേക്ക് ഇവിടെ കച്ചവടം ഉണ്ടായിരിക്കുന്നതല്ല. എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കണം. ഇവർ പോയി കഴിഞ്ഞാൽ ഉടനെ ഷട്ടർ ഇട്ടേക്കാൻ പറയും. യെസ് സർ. ഒന്ന് പുറത്തിറങ്ങി വേഗം പ്ലീസ്. ആ ഷട്ടർ ഇട്. മിസ്റ്റർ തോമസ്, എവിടെയാണ് നിങ്ങളുടെ സ്റ്റോർ റൂം? അകത്താണ് സർ. വരും. റെയ്ഡ് കഴിയുന്നവരെ ഇവിടെ നിന്ന് ആരെങ്കിലും ഫോൺ ചെയ്യുകയോ പുറത്തുനിന്ന് വരുന്ന കോൾസ് അറ്റൻഡ് ചെയ്യുകയോ ചെയ്യരുത്. ഇറ്റ്സ് എ വാർണിംഗ്. കമാ. എവിടെ സ്റ്റോക്ക് രജിസ്റ്റർ? പ്ലീസ് വെരിഫൈ ദ സ്റ്റോക്ക്. സെയിൽസ്മാൻമാരോട് കൃത്യമായി തൂക്കി അളവ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറയൂ. ആരാണെങ്കിലും റോങ് നമ്പർ ആണെന്ന് പറയൂ. ഹലോ, റോങ് നമ്പർ. എടുത്തോ. കണക്കിൽപ്പെടാത്ത സ്വർണ്ണമെല്ലാം ലിസ്റ്റ് എടുത്ത് സീൽ ചെയ്ത് എന്റെ കാറിൽ കൊണ്ടുവയ്ക്കണം. ശേഖർ, താങ്ക് യു വെരി മച്ച് ഫോർ യുവർ കോപ്പറേഷൻ. ഇയാളെ ഇങ്ങോട്ട് നേരെ എൻ്റെ ഓഫീസിലേക്ക് വരും. യെസ് സർ. സാധനം എടുത്തോളൂ. ഇയാളെ പുറകിലോട്ട് ഇരിക്കും. നിങ്ങൾ കയറി. ആ ജീപ്പ് സ്റ്റേഷനിലേക്ക് പോട്ടെ. കയറിയോ കയറിയോ. ഏതായാലും ഇവിടം വരെ എത്തിച്ചു. ഇനി ആ റവന്യൂ ഇൻസ്പെക്ടറുടെ സൈനോടെ കിട്ടിയാൽ മതിയായിരുന്നു. ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടല്ലോ. അതുണ്ട്. അതുണ്ടല്ലോ. എത്തിയിട്ടില്ല, ഇപ്പൊ വരും. സാറിരിക്കേ. വാ. യെസ്, റവന്യൂ ഇന്റലിജൻസ് ഓഫീസർ മിസ്റ്റർ ശങ്കർ. ഞാനാണ്. എന്താ വേണ്ടത്? അല്ല, ഇവിടെ വേറെ ശങ്കർ? നോ, ആ പേരിൽ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോ സ്വർണ്ണക്കടയിൽ റെയ്ഡ് ചെയ്യാൻ വന്നത്? സ്വർണ്ണക്കടയോ? ആര് റെയ്ഡ് ചെയ്തു? വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ്? വല്ല സ്വപ്നം കണ്ടതാണോ അതോ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥയോ? പോകുന്നതിന് മുമ്പ് താൻ എന്തുകൊണ്ട് എന്നോടൊരു വാക്ക് ചോദിച്ചില്ല? ഞാനിങ്ങോട്ട് വിളിച്ചിരുന്നു. അപ്പൊ സാറും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനൊരു ചതി ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല സർ. പട്ടാപ്പകൽ ഒരു പറ്റം പോലീസുകാരെ പമ്പര വിഡ്ഢികളാക്കി ഒരു വിദ്വാൻ സ്വർണ്ണക്കട കൊള്ള ചെയ്തു എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കുമെടോ? തിരുവനന്തപുരത്തിരിക്കുന്നവരോട് ഞാൻ എന്ത് സമാധാനം പറയും? താൻ അയാളെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല. അയാളെക്കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ തന്റെ കയ്യിലുണ്ടോ? പിന്നെ ഏത് പൊത്തിച്ചെന്നാണോ അയാളെ കണ്ടുപിടിക്കുന്നത്? താൻ എന്ത് ചെയ്യുന്നു എനിക്കറിയണ്ട. സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതല്ലേ. അയാളെ കണ്ടുപിടിക്കേണ്ട പരിപൂർണ്ണ ഉത്തരവാദിത്വം തനിക്കാണ്. മനസ്സിലായോടോ ഇഡിയറ്റ്? Yes, speaking. Be on the line. You may go. Hello. Wait. ചാർജ് എടുത്തപ്പോൾ തന്നെ നഗരത്തെ കിടുകിടാ ഉറപ്പിച്ച സമർത്ഥനായ ഇൻസ്പെക്ടർക്ക് പറ്റിയ ആന മണ്ടത്തരം നാട്ടുകാരും പത്രക്കാരും അറിഞ്ഞോടും. നടന്ന നാണക്കേടേ ഈ 4 ജോലികൾ അറിഞ്ഞാൽ മതി. കൂടെ വന്ന എബിമാരോട് പറഞ്ഞേരെ, കാണുന്നവരോടൊന്നും വിളിച്ച് പറയണ്ടെന്ന്. ഇന്നലെ അങ്ങടെ ലൂസി പറഞ്ഞ തന്നെ പോലെയുള്ളവർക്ക് ആരംഭസൂര്യത്തെ ഉണ്ടാവുമെന്ന്. ഏതവനാടാ ഈ കടുവയെ പിടിച്ച് കിടുവ?
സാറിന്ന് ഓഫീസിൽ പോയില്ലേ? പോയി, പക്ഷെ ജോലി പെട്ടെന്ന് തീർന്നുകൊണ്ട് വേഗം പോകുന്നു. സാറ് ശരിക്കും പറഞ്ഞ ഭാഗ്യവാൻ തന്നെ. അത് സത്യ. ഓരോരുത്തർ കാലത്ത് മുതൽ വൈകുന്നേരം വരെ ആഫീസിൽ കുത്തി പിടിച്ചിരുന്ന് ജോലി ചെയ്യുക. സാറ് വരുന്നതും പോകുന്നതും ആരും അറിയുന്നില്ല. പഠിപ്പിന്റെ ഒരു ഗുണം തന്നെയല്ലേ? എന്റെ ജോലിക്ക് പഠിപ്പ് മാത്രം പോരാ ജാനകിയമ്മേ, ലേശം സാമർത്ഥ്യം വേണം, പിന്നെ നല്ല ധൈര്യം. എന്റെ മോ രാമകൃഷ്ണൻ നല്ല സാമർത്ഥ്യമുള്ളവനാ. ധൈര്യത്തിന്റെ കാര്യം പിന്നെ പറയാൻ വേണ്ട. ശവപ്പറമ്പിൽ പോയി കിടക്കാൻ പറഞ്ഞ അവൻ കിടന്നോളൂ. സാറിന്റെ കമ്പനിയിൽ ഒരു ജോലി വാങ്ങിക്കൊടുക്കുവോ? അതാണ് ബുദ്ധിമുട്ട്. എന്റെ കമ്പനി പുറത്തുനിന്ന് ആളെടുക്കൂല. അപ്പൊ സാറിന്റെ കമ്പനി സർക്കാരിന്റെ ആണോ അതോ സ്വന്താണോ? ചിലപ്പോ സർക്കാരിന്റെ, ചിലപ്പോ സ്വന്തം. നന്ന ചെലവിന് പിടി. ചിലപ്പോഴേ ഞാൻ വൈകുന്നേരം വരും. ഓ, ചിലപ്പോ സർക്കാരിന്റെ, ചിലപ്പോ സ്വന്തം. എന്തുട്ട് കമ്പനി അത്? എൻ്റെ കർത്താവേ. ഹലോ, അതെ. ആരായാലും എനിക്ക് തരണ്ട. നേരിട്ട് സംസാരിക്കണമെന്ന്. രഹസ്യം അത്ര. ഹലോ, ഞാനാണ് ശങ്കർ എന്ന പേരിൽ രാവിലെ റെയ്ഡിന് വന്നില്ലേ, റവന്യൂ ഇന്റലിജൻസ് ഓഫീസർ. എടാ ദ്രോഹി, നീ എത്ര ലക്ഷം രൂപയുടെ മുതലാടാ കൊണ്ടുപോയത്? നിന്നെ ഞാൻ... പറയുന്നത് കേക്ക്. വെറുതെ ബഹളം വെച്ച് ബീപ്പ് കൂട്ടിയിട്ട് എന്താ കാര്യം? പോയ സ്വർണം പോയിക്കോട്ടെന്ന് കരുതി മിണ്ടാതിരിക്കുന്ന തോമസിന് നല്ലത്. അത് പള്ളി പറഞ്ഞാൽ മതിയടാ. നിന്നെ കണ്ടുപിടിച്ച് ജയിലിനകത്താക്കിയില്ലെങ്കിൽ എന്റെ പേര് തോമസ് എന്നല്ല. പേര് മാറ്റാൻ ഇപ്പൊ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഗസറ്റിൽ പരസ്യം ചെയ്താൽ മതി. അല്ലെങ്കിൽ തന്നെ ഈ തോമസ് എന്നുള്ള ഒരു പഴഞ്ചൻ പേരാ. പിന്നെ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് ഇത്രയും ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല. അധ്വാനിച്ച് സമ്പാദിച്ചൊന്നുമല്ലല്ലോ. 3 വർഷം മുമ്പ് ഒരു സ്വർണ്ണക്കടയിൽ സാധാരണ സെയിൽസ്മാൻ ആയിരുന്ന നിങ്ങൾ ഇന്ന് കോടീശ്വരനായത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. ആളുകളെ പറ്റിച്ചും സർക്കാരിനെ വഞ്ചിച്ചും ഉണ്ടാക്കിയതിന്റെ ഒരു അംശം വേറൊരു കള്ളം തട്ടിയെടുത്തു എന്ന് വിചാരിച്ചാൽ മതി. പരാതിയും കേസും ഒക്കെ ആയിട്ട് നീങ്ങാനാണ് ഭാവമെങ്കിൽ നിങ്ങൾ കുഴിച്ച കുഴി നിങ്ങൾ തന്നെ വീഴും. കള്ളക്കടത്ത് സ്വർണം വാങ്ങി സൂക്ഷിച്ചതിന് കൈകളിൽ വിലങ്ങ്, ഇൻകം ടാക്സുകാരെ പറ്റിച്ചതിന് ശിക്ഷ വേറെ. ഫയലുകളും യഥാർത്ഥ കണക്കെഴുതിയ ബുക്കുകളും ഒക്കെ ഞാനിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അത് ഉദ്യോഗസ്ഥന്മാർക്ക് അയച്ചു കൊടുക്കണോ അതോ? നിങ്ങൾ ആരാണ്? ഞാനോ? തന്നെ പോലെയുള്ള പെരിങ്കള്ളന്മാരെ പറ്റിക്കുന്ന ഒരു ചിന്നക്കള്ളൻ. എന്റെ പൊന്നു സാറേ, പോയത് പോയി. ഇനി ഇതിന്റെ പിന്നാലെയുള്ള കേസും കൂട്ടും ഒന്നും വേണ്ട. എനിക്കൊരു പരാതിയുമില്ല. എന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? ഒരു കാരണവുമില്ല സാർ. ഞാനൊരു സൂക്കേടുകാരനാണ്. എനിക്കിതൊന്നും താങ്ങാനുള്ള ശക്തിയില്ല. പോയതെനിക്കല്ലേ, പോട്ടെ. പണ്ടൊരിക്കൽ സുലൈമാൻ സാറുള്ള കാലത്താന്ന് തോന്നുന്നു, ഇതുപോലൊരു വിദ്വാൻ ഏതോ രാഷ്ട്രീയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് മൊത്തം അടിച്ചുകൊണ്ട് പോയതായി കേട്ടിട്ടുണ്ട്. എന്നിട്ട്? പക്ഷെ അന്നത് കേസായില്ല. അതുകൊണ്ട് അന്വേഷണം ഉണ്ടായില്ല. അയാളെ പറ്റിയുള്ള വല്ല വിവരവും നമ്മുടെ റെക്കോർഡ്സിലുണ്ടോ? ഇല്ല സാർ. അതുപോലെ കസ്റ്റംസുകാരുടെ വേഷം ധരിച്ച് ഒരുത്തൻ കള്ളക്കടത്തുകാരെ പറ്റിച്ചതായും കേട്ടിട്ടുണ്ട്. പരാതിക്കാരില്ലാത്തതുകൊണ്ട് അതും കേസായില്ല. പരാതി ഇല്ലെങ്കിൽ ഇവിടെ അന്വേഷണം വേണ്ടല്ലോ. പോലീസുകാരെ പരിഹസിക്കുന്ന കാണാൻ ഇവിടെ എല്ലാവർക്കും താല്പര്യം. എന്തു വന്നാലും നമുക്ക് അയാളെ പിടിച്ചേ പറ്റൂ. രമണി, ഇതിനെ നിർത്തോണ്ട് പോകുന്നുണ്ടോ? എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നത്? പിന്നെ അല്ലാണ്ട് സ്വസ്ഥമായിട്ടൊരു കാര്യം ആലോചിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ? ഹലോ, ഗുഡ് ഈവനിങ് സർ. ഞാനാണ് ശങ്കർ. അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവും. ഒരു നന്ദി പറയാൻ വേണ്ടി വിളിച്ചാണ് സർ. പറയാതെ തന്നെ കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് വേണ്ടി കുറേ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നു അല്ലേ? ക്ഷമിക്കുക. നഷ്ടപ്പെട്ട ആൾക്ക് കംപ്ലൈൻ്റ് ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് സാറിനൊരു പ്രശ്നം ഉണ്ടാവില്ല.
ചെയ്തെന്ന സഹായങ്ങൾക്കെല്ലാം 100 നന്ദി. ദൈവം സഹായിച്ചാൽ നമുക്ക് വീണ്ടും കാണാം. വെക്കട്ടെ. ഗുഡ് നൈറ്റ്. ആരാ വിളിച്ചത്? നീ ആ യൂണിഫോം എടുത്ത് വെച്ചേ. പേടിച്ചോ? ഇങ്ങനെ പിന്നെ കൂടെ വന്ന് പിടിച്ചാൽ പേടിച്ചു പോവില്ലേ? അത്രയും പേടിയുള്ളവർ ഈ പണിക്ക് വരരുത്. നിങ്ങൾ സാധനം എടുക്കി. പോലീസുകാരെ കാണുമ്പോ മനുഷ്യന്റെ നെഞ്ചിടിക്കുക. ഈ കടൽപ്പാലത്തിനടിയിലും ഗുഹയിലും ശവപ്പറമ്പിലും അല്ലാതെ ഈ നാട്ടിൽ വേറെ സ്ഥലമില്ലേ? വേറെ സ്ഥലമുണ്ട്, പക്ഷെ ഈ ഇടപാടിന് പറ്റിയ സ്ഥലമില്ല. നിങ്ങളെ താമസം എവിടെയാ? അടുത്തതാണോ നമ്മൾ അവിടെ വരാം? തനിക്ക് പേടിയാണെങ്കിൽ തന്നെ ബാബുക്കാനോട് പറ വേറെ ആളെ അയക്കാൻ. അല്ലോ, ബാബുക്കാനോട് പറയാനാ? മൂപ്പരെ കാണുമ്പോൾ തന്നെ നമ്മളെ മുട്ടിടിക്കും. അപ്പൊ മൊത്തത്തിൽ താൻ പേടിക്കാൻ വേണ്ടി ജനിച്ച ആളാ ആയിരിക്കും. നിങ്ങളെ പേരെന്താ? എന്തിനാ ചോദിച്ചേ ഉള്ളൂ. പൊതിയിൽ സ്വർണ്ണായിരിക്കും അല്ലേ? അത് ബാബുക്കാനോട് ചോദിച്ചാൽ മതി. കഴിഞ്ഞ പ്രാവശ്യം ചോദിക്കണമെന്ന് വിചാരിച്ചതാ. നിങ്ങളെ നാടെവിടെയാ? ഇയാളെ വേഗം സ്ഥലം വിട്. ഊരും പേരും പറയൂല? അടുത്ത പ്രാവശ്യം കാണുമ്പോൾ പറഞ്ഞാൽ പോരെ? മതി, തിരക്കില്ല. ബാബുക്കാനോട് വല്ലതും പറയാനുണ്ടാ? ഇവിടെ എല്ലാവർക്കും സുഖം, അവിടെയും അങ്ങനെ തന്നെ എന്ന് കരുതുന്നു എന്ന് പറഞ്ഞേക്കും. വാട്ട് ഹാപ്പൻ ടു മിസ്റ്റർ ശേഖർ? ഏറെ പ്രതീക്ഷയോടെയാണ് ഞാൻ നിങ്ങളെ ഈ നഗരത്തിലേക്ക് അയച്ചത്. അതുകൊണ്ട് പലരുടെ അപ്രീതിയും ഉണ്ടായി. എങ്കിലും സാരമില്ല, പട്ടണത്തിൽ നല്ലൊരു ഓഫീസറെ കിട്ടുമല്ലോ എന്ന് കരുതി. ബട്ട് ഹാവ് ടെറിബിളി ഡിസപ്പോയിന്റഡ് മീ. എല്ലാവർക്കും അബദ്ധങ്ങൾ പറ്റും, പക്ഷേ ദിസ് ഈസ് ടു മച്ച്. എനിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. പട്ടാപ്പകൽ. ഈ നാണക്കേട് ഒഴിവാക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. അയാളെ എങ്ങനെയും കണ്ടുപിടിക്കുക. I repeat, at any cost, find him. That's all for the time being, gentlemen. ഇന്ന് നേരത്തെ എത്തിയല്ലോ. എന്താ സുഖമില്ലേ? ഓ, ഒന്നുമില്ല. നീ ഒരു ചായ ഇട്. ഹലോ, ഞാനാണ് കൃഷ്ണൻ അമ്പലക്കാടൻ. എന്തു വേണം? അല്ല, ചിലതൊക്കെ കേട്ടു. ശരിയാണോ? അപ്പൊ അടി തെറ്റിയ ആനയും വീഴുമല്ലേ? ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞപ്പോഴല്ലേ അന്ന് നിങ്ങൾ എന്നെ ആട്ടി ഓടിച്ചത്? അല്ല, അറിഞ്ഞതെങ്ങനെങ്കിലും ആവട്ടെ. പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്പെക്ടർ ശേഖരനിൽ മാത്രം ഒതുങ്ങുന്നതല്ലല്ലോ. ഏതായാലും സാർ ഇനി പലതും കേൾക്കേണ്ടി വരും. റാസ്കൽ, നിനക്കൊരു പുല്ലും ചെയ്യാൻ പറ്റില്ലടാ. ഇനി എന്താണ് ആ സന്തോഷ വാർത്ത എന്ന് ഞാൻ പറയാം. നിങ്ങൾക്ക് വേണ്ടി ചിൽഡ്രൻസ് പാർക്ക് സംഭാവന ചെയ്ത അങ്കിള് തന്നെ ഒരു ചിൽഡ്രൻസ് ലൈബ്രറിയും ഒരു ഗെയിംസ് റൂമും നമുക്ക് നിർമ്മിച്ചു തരുന്നു. പണക്കാരായ പലരും സ്വന്തം സുഖസൗകര്യങ്ങൾ മാത്രം നോക്കുന്ന ഇക്കാലത്ത് അദ്ദേഹത്തെ പോലെയുള്ള നല്ല മനുഷ്യരെ നാം ആദരിക്കേണ്ടിയിരിക്കുന്നു. കുട്ടികൾക്കെല്ലാം അങ്കിളിനെ നേരിലൊന്ന് കാണണമെന്ന് വലിയ നിർബന്ധം. അതൊക്കെ പിന്നെ ആവാച്ചോ. മിസ്റ്റർ ആന്റണി പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തുന്നു. എങ്ങനെ? ഇതുപോലുള്ള അനാഥാലയങ്ങൾക്ക് 100 രൂപ സംഭാവന കൊടുക്കുന്നവർ പോലും പേരും പടവും പത്രത്തിൽ വരാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ എത്രയോ സഹായങ്ങൾ ചെയ്യുന്ന ആന്റണി സ്വന്തം പേര് പുറത്തു പറയുവാൻ പോലും മടിക്കുന്നു. വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുന്നല്ലേ അച്ചോ പ്രമാണം. പേരെടുക്കാൻ വേണ്ടിയാണെങ്കിൽ സഹായം എന്ന വാക്കിന് തന്നെ അർത്ഥം ഉണ്ടാവില്ലല്ലോ. ശരിയാണ്. ഞാൻ മറ്റേ കർത്താവിന്റെ അനുഗ്രഹം എപ്പോഴും മോനുണ്ടായിരിക്കും.
ഒരു സംശയം ചോദിച്ചോട്ടെ അച്ചോ. സമൂഹത്തിൽ ഒരുപാട് പേരെ പറ്റിച്ച് സ്വന്തം കേശ വീർപ്പിക്കുന്നവർ മാന്യന്മാരായി ജീവിക്കുന്നു. നല്ല മനസ്സുള്ളവർ സമൂഹത്തിന് ആവശ്യമില്ലാത്തവരായി മാറുന്നു. ദൈവം ഇതൊന്നും കാണുന്നില്ല. തീർച്ചയായും സ്വർഗരാജ്യം എപ്പോഴും സന്മനസ്സുള്ളവർക്കായിരിക്കും. ആയിരിക്കും. എന്താ പോലീസ് ഇവിടെ? എവിടെയെങ്കിലും കുട്ടികൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഉം. അവരെ അന്വേഷിച്ചു വന്നതായിരിക്കും. ആ ശരി, ഞാൻ വരട്ടെ. ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.